ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതായത് ബംഗ്ലാദേശിലെ ജെൻസി സമര നായകൻ ഇന്നലെ കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്? ഏതോ അജ്ഞാതനാണെന്നാ കേൾക്കുന്നത്. അത് ഇന്ത്യയിലെ അജ്ഞാതനാണോ ഇനി ബംഗ്ലാദേശിലെ അജ്ഞാതനാണോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മുഖംമൂടി ധരിച്ച ഏതോ ഒരു അജ്ഞാതനാണ് ഈ പറയുന്ന സമര നായകനായ ജെൻസി ഷെരീഫ് ഉസ്മാൻ ഹാദി ഇദ്ദേഹത്തെ തലയ്ക്ക് തന്നെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പൊ അതേ തുടർന്നുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഇന്ന് ബംഗ്ലാദേശ് ഒരു കലാപഭൂമിയായി തന്നെ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ബംഗ്ലാദേശ് കലാപഭൂമിയായി മാറിയത് ഇന്നലെയൊന്നുമല്ല. ഈ പറയുന്ന ഈ കൊല്ലപ്പെട്ട എക്സ്പയർ ആയി പോയ ഈ സമര നായകനൊക്കെ സമരത്തിന് ഇറങ്ങിയ ഒരു സമയം ഓർമ്മയുണ്ടോ? ബംഗ്ലാദേശ് കലാപം ആദ്യത്തേത്, അതായത് ഷെയ്ഖ് ഹസീന ജീവൻ ഭയന്ന് ഓടി ഇന്ത്യയിലേക്ക് വന്ന ആ കലാപം. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചാർത്തിയ കുറ്റം എന്തായിരുന്നു? ഷെയ്ഖ് ഹസീന ഏകാധിപതിയാണ്, മറ്റുള്ളവരെ ഒന്നും അവിടെ ഭരിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നതായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ ചാർത്തിയ കുറ്റമെങ്കിലും യാഥാർത്ഥ്യം എന്തായിരുന്നു? ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന നല്ലൊരു ഭരണാധികാരി ആയിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. നമുക്കറിയാം ചിക്കൻ നെക്കിന്റെ പേരിൽ ചൈനയുമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺഫ്ലിക്റ്റ് കാലങ്ങളായി നിലനിൽക്കുന്നത്. കാലങ്ങളായി അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ സ്ഥലങ്ങൾ അധിനിവേശപ്പെടുത്താൻ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ചിക്കൻ നെക്ക് ഇതുവരെ പിടിച്ചടക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ഒരു കാരണം ഈ ഷെയ്ഖ് ഹസീനയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ ഈ പറയുന്ന കലാപകാരികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഘടകമാക്കി മാറ്റിയത് ആ ഒരു ഇന്ത്യയോടുള്ള ഒരു സൗഹൃദവും ഇതുപോലുള്ള നടപടികളും ഒക്കെ ആയിരുന്നു. ഇന്ത്യനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്ന ഒരു എന്താ പറയുക ഒരു മോട്ടീവോട് കൂടിയ ഒരു ജെൻസി ആയിരുന്നു സത്യത്തിൽ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയത്. ആ കലാപം എന്ന് പറയുന്നത് വളരെ ചെറിയ സംഗതിയാ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത്രയും വൃത്തികെട്ട ഒരു കലാപം, അതായത് ഷെയ്ഖ് ഹസീനയുടെ സ്വന്തം വീട്ടിൽ, അവർ താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരുടെ ബ്രേസിയറൊക്കെ എടുത്തത് ഇങ്ങനെ പിടിച്ചിട്ടാണ് കലാപകാരികൾ അഴിഞ്ഞാടിയത്. അതിന്റെ വിഷ്വൽസ് എല്ലാം പുറത്തു വന്നപ്പോൾ അറച്ചു പോവുകയായിരുന്നു. അതായത് ഒരു മനുഷ്യൻ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുമ്പോഴാണ് അയാളുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ, ധൈര്യത്തോടെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയ ദിവസം കാണിക്കാമെന്നൊരു സ്പേസ് കിട്ടുന്ന സമയത്ത് ഒരാൾ അഭിനയിക്കില്ല. അയാളുടെ റിയൽ അവിടെ പുറത്തു വരും. ദേഷ്യം അങ്ങനെ തന്നെയാണ്. ദേഷ്യം പെടുന്ന സമയത്ത് ഒരാൾക്ക് നല്ലവനായിട്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല. അയാൾ എന്താണോ അതപ്പോൾ പുറത്തു വരും. അങ്ങനെ ബംഗ്ലാദേശുകാരുടെ തന്നെ സംസ്കാരം, ബംഗ്ലാദേശുകാരുടെ എന്നല്ല പറയേണ്ടത്, അന്ന് അവിടെ പ്രക്ഷോഭം നടത്തിയ ജെൻസികളുടെ തന്നെ സംസ്കാരം ലോകം മുഴുവൻ കണ്ടു. ഒന്ന് രണ്ട് വിഷ്വൽസ് ഞാൻ കാണിക്കാം. ശേഷം ഇവർ ഷെയ്ഖ് ഹസീനയെ കോടതിയിൽ അവിടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നു. ഷെയ്ഖ് ഹസീന ഒന്നും വന്നൊന്നുമില്ല. അവരിവിടെ മോദിയുടെ സംരക്ഷണയിൽ സുരക്ഷിതമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. അവർ സ്വന്തമായിട്ട് അവിടെ ഇവരെ വിചാരണ ചെയ്യുന്നു. തൂക്കിക്കൊല്ലാൻ വേണ്ടിയൊക്കെ അങ്ങ് വിധിക്കുവാണ്. പക്ഷെ വിധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ പലരെയും വിധിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഷെയ്ഖ് ഹസീന ഇറങ്ങി പോയതിനു ശേഷം ഈ ജെൻസികളെല്ലാം ചേർന്ന് പിന്നെ ബംഗ്ലാദേശ് വലിയ രീതിയിൽ നമ്മുടെ കയ്യിൽ വരുന്നു. ജമാഅത്ത് ഇസ്ലാമി കൂടുതൽ ഈ പറയുന്നത് പോലെ മുസ്ലിം ബേസ്ഡ് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ കൂടുതലും ഇന്ത്യ വിരുദ്ധരാണ് ബംഗ്ലാദേശിൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഒരു ഭരണാധികാരിയും അതിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെ വിവാദമായ ഒരു പ്രസംഗമൊക്കെ അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു. ഹസ്നത്ത് അബ്ദുള്ളയുടെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞത് സപ്ത സഹോദരിമാരെന്ന് നമ്മൾ പറയുന്ന 7 സംസ്ഥാനങ്ങളുണ്ട്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മിസോറാം, അരുണാചൽ പ്രദേശ്, ത്രിപുര ഒക്കെ ഉൾപ്പെടുന്നു. അതിനെ അങ്ങ് വേർപെടുത്തി ഒറ്റപ്പെടുത്തും അത്രേ. ബംഗ്ലാദേശ് അത് ചെയ്യാൻ പോവാ. മനസ്സിലായില്ലേ? അതായത് ഷെയ്ഖ് ഹസീന അല്ലല്ലോ ഇപ്പൊ ഭരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇതുവരെ നിങ്ങളെ സംരക്ഷിച്ചു, അതായത് ഇന്ത്യനെ സംരക്ഷിച്ചു. ഇന്ത്യന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് ഈ അധിനിവേശക്കാരൊന്നും കയറി വരാതെ സംരക്ഷിച്ചു. അപ്പൊ അവരെ നമ്മൾ ഓടിച്ചത് കൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ഈ പറയുന്ന 7 സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തും, ഒറ്റപ്പെടുത്തും. പിന്നെ അത് കൂടാതെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അഭയം കൂടി നൽകും. അതിപ്പോ പാകിസ്ഥാൻകാരായാലും ISIS തീവ്രവാദികളായാലും ഇനി ഏത് ജയ്ഷെ അൽ മുഹമ്മദ് ആയാലും എന്ത് സംഗതിയാണെങ്കിലും അവർക്കൊക്കെ ഇവരെ താമസിക്കാൻ ഇടം കൊടുക്കുമെന്നാ പറയുന്നത്. അപ്പൊ എളുപ്പമല്ലേ? നമ്മുടെ അതിർത്തി രാജ്യമല്ലേ, നുഴഞ്ഞു കയറാനും നമ്മളെ ആക്രമിക്കാനും ഒക്കെ വേണ്ട എല്ലാ സംഗതികളും ചെയ്യുമെന്ന് പരസ്യമായി പറയാണ്. എന്താണ് ഇതിന്റെ പുറകിലുള്ള അവരുടെ ധൈര്യം? എന്ത് തന്നെ ആയാലും ആ ധൈര്യം ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ജെൻസി തലവന്റെ തലയിലേക്ക് അജ്ഞാതന്റെ വക ഒരു വെടി വരുന്നത്. അജ്ഞാതൻ എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ചിരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എനിക്ക് ഒരുപാട് കാലം ഈ ന്യൂസിൽ അജ്ഞാതൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തെന്നാ അതാരായിരിക്കും ഈ അജ്ഞാതൻ? ആരെങ്കിലും പേഴ്സണൽ റിവെഞ്ച് കാണിക്കുന്നതായിരിക്കോ? പക്ഷെ ഇതെല്ലാം ഇന്ത്യക്ക് അനുകൂലമായി വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അതിനൊരു ഉത്തരം കിട്ടിയത് സത്യത്തിൽ ദുരന്തർ സിനിമ കണ്ടപ്പോഴാണ്. ഇതൊന്നും വെറുതെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ലെന്നും ചില കാര്യങ്ങൾക്ക് പിറകിൽ
നല്ല തലയുള്ള ഇന്റലിജൻസ് തലവന്റെ നല്ല പ്ലാനിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അല്ലെ, നമ്മുടെ പാരാമിലിറ്ററി അല്ലെങ്കിൽ മിലിറ്ററി സർവീസ് ഒക്കെ കൊന്നാൽ മാത്രമല്ലേ 10 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ആരെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങും. അജ്ഞാതം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചതോടുകൂടി ബംഗ്ലാദേശ് പിന്നെ അങ്ങ് ആളിക്കത്തുവാണ്. ഇതിന്റെ ഭാഗമായിട്ട് അന്ന്, അതായത് ഷെയ്ഖ് ഹസീനനെ അന്ന് പുറത്താക്കിയ സമയത്ത് ഹിന്ദുക്കളുടെ വീട് ആക്രമിക്കുക, മൊത്തമായിട്ട് എന്താ പറയാ, ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ നിന്ന് പലായനം ചെയ്യുകയോ അല്ലെങ്കിൽ ചത്തുപോവുകയോ ചെയ്യുന്ന രീതിയിൽ അത്രയും അവർക്ക് എതിരെയുള്ള ഒരു ആക്രമണം നടത്തി വിടാനുള്ള ഒരു അവസരമായിട്ട് ഇവർ ഇതിനെടുത്തിരുന്നു. കലാപകാരികളുടെ ഉദ്ദേശം ഇപ്പം ഗവൺമെന്റിനെ മാറ്റുക എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേപ്പാളിൽ ഒരു കലാപം കണ്ടിരുന്നു. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ശല്യം കൊണ്ട് അവരെ മാറ്റിയിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ജെൻസികൾ സമരം ചെയ്തത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അതായത് ഈവൻ ഈ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ് അവർ ഉദ്ദേശിച്ച പോലെ ഈ ഏകാധിപതികളായിട്ടുള്ള പുറം ലോകം കണ്ടിട്ടില്ലാത്ത കുറെ കടൽ കിഴവന്മാര് അഴിമതിക്കാരും കൂടെ ആയിരുന്നു. അവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞപ്പോ അവരുടെ സ്ട്രീറ്റ് വൃത്തിയാക്കുമായിരുന്നു. ആ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ വൈറലായിരുന്നു. അതായത് വെള്ളം അടിച്ച് കഴുകി ആ പിള്ളേർ തന്നെ. എന്നിട്ട് അവർ പറയുകയും കൂടി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മോദിനെ പോലെ ഒരു ഭരണാധികാരി ഉണ്ടായാൽ മതി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, പ്രൊട്ടസ്റ്റേഴ്സിന്റെ ആ ഒരു ബിഹേവിയർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടായത് ഒരിക്കലും ജെനുവിൻ അല്ല. ഈ ബ്രേസിയർ ഒക്കെ കാണുമ്പോൾ ഇത്രയധികം വികാരം വരുന്ന ആൾക്കാരുടെ മാനസിക നിലയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മതം ഇതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരുപാട് പേർക്ക് അതിന്റെ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകും. അതെ, ദരിദ്രവാസികളാണ്, തീർച്ചയായും ദരിദ്രവാസികളാണ്. ആ ദരിദ്രവാസികൾക്ക് ഇപ്പോ രണ്ടാമതും ഹിന്ദുക്കളെ ഉപദ്രവിക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോ ഈ ജെൻസി നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ആക്രമണം അഴിച്ചു വിടുന്നത് മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെയാണ്. നമ്മുടെ റിപ്പോർട്ടർ ചാനല് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനതൊന്ന് വായിക്കാം. ജെൻസി സമരനായകൻ കൊല്ലപ്പെട്ടു, ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉണ്ടെന്ന് വിവരം. ജെൻസി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം. യുവാക്കളടക്കം തെരുവിലിറങ്ങുകയും മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകളടക്കം തീയിടുകയും ചെയ്തു. പ്രതിഷേധക്കാരോട് സംയമനം പാലിക്കാൻ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസ് ആഹ്വാനം ചെയ്തു. വ്യാഴാഴ്ച രാത്രി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഒസ്മാൻ ഹാദിയുടെ മരണം സംഭവിച്ചത്. ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. മുഖം മൂടി വെച്ചവരാണ് വെടിയുതിർത്തത്. ഇവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഹാദിയുടെ തലയിലാണ് വെടിയേറ്റത്. ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമായതോടെ കൂടുതൽ ചികിത്സയ്ക്കായി ഹാദിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. മുഹമ്മദ് യൂനസ് തന്നെയാണ് ഹാദിയുടെ വിയോഗ വാർത്ത ജനങ്ങളെ അറിയിച്ചത്. ഹാദിയുടെ വിയോഗം രാജ്യത്തിനുണ്ടാക്കുന്നത് വലിയ നഷ്ടമാണെന്നാണ് യൂനസ് പറഞ്ഞത്. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ ഭയവും അക്രമവും രക്തച്ചൊരിച്ചിലും കൊണ്ട് അട്ടിമറിക്കാനാകില്ലെന്നും യൂനസ് പറഞ്ഞു. 2026 നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയായിരുന്നു ഹാദി. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് നിലത്തിറക്കിയ പ്രക്ഷോഭത്തിൽ ഹാദി മുൻനിരയിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ ജെൻസി തലമുറക്കിടയിലെ പ്രമുഖ നേതാവായിരുന്നു ഹാദി. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ജതീയ ഛത്രശക്തി എന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിലാപയാത്രക്കിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘടന ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശ് പത്രമായ പ്രോത്രോ മലോയുടെ ഓഫീസ് സംഘം അടിച്ചു തകർക്കുകയും മാധ്യമപ്രവർത്തകർ അടക്കം നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തു. ഡെയിലി സൂപ്പർസ്റ്റാർ പത്രത്തിന്റെ ഓഫീസും അക്രമികൾ അടിച്ചു തകർത്തു. അവാമി ലീഗിന്റെ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പ്രതിഷേധത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും ഉയർന്നു കേട്ടുവെന്നും വിവരമുണ്ട്. നിരവധി രാഷ്ട്രീയ കക്ഷികൾ ഹാദിയുടെ മരണത്തിൽ അനുശോചനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവർ അനുശോചനവുമായി രംഗത്തെത്തി. സംഭവത്തിൽ ഡിസംബർ 20 രാജ്യവ്യാപകമായി ദുഃഖാചരണം ആചരിക്കാൻ ബംഗ്ലാദേശ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടോ, മാക്സിമം പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. സമരനായകൻ, ജെൻസി വിപ്ലവ നായകൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അവിടുത്തെ താൽക്കാലിക ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത്രേ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനൊന്നും നടക്കരുത്. ജനാധിപത്യവും അങ്ങനെ സാധനം ഉണ്ടോ? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിലും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് വിലക്ക. മനസ്സിലായില്ലേ? പാർട്ടിയെ നിർത്തിയാലാണ് ജനങ്ങൾക്ക് ആരാണ് വേണ്ടത് എന്നറിയാൻ സാധിക്കൂ. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലുള്ള അവകാശം പോലും കൊടുക്കാത്ത നിങ്ങൾ ജനാധിപത്യത്തെ പറ്റി ഒന്നും സംസാരിക്കരുത്. പാകിസ്ഥാനാണ് ഇപ്പൊ ഇവരുടെ കൂട്ട്. പാകിസ്ഥാനോട് കൂട്ടുപിടിച്ചാണ് സപ്ത സഹോദരിമാരെ വേർതിരിക്കാനും ഇന്ത്യയെ പിടിച്ചടക്കാനും ഒക്കെ അഷ്ടിക്ക് വകയില്ലാത്ത, സംസ്കാരത്തിന്റെ കാര്യത്തിൽ 0 മാർക്കുള്ള ഈ ബംഗ്ലാദേശികൾ ഇറങ്ങി പുറപ്പെട്ടത്. പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കുന്ന പരിപാടി പല രാജ്യങ്ങളും ഇപ്പൊ നിർത്തിവെച്ചു കഴിഞ്ഞു, ബാൻ ചെയ്തു കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അവരിവിടെ വന്നിട്ട് ഭിക്ഷ എടുക്കുവാണ് അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കാം. അവിടെ ഗർഭനിരോധന സംഗതികൾ, അതായത് കോണ്ടത്തിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് പാകിസ്ഥാനിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെറ്റ് കൂട്ടിക്കോണം, തിന്നാനുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ അങ്ങ് കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോകും? അവിടെയും ഒന്നുമില്ല. 1 കിലോ ഗോതമ്പിന്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യയായിട്ട് നല്ലതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കിട്ടുമായിരുന്നു. വേണ്ടല്ലോ, അവർക്ക് അതൊന്നും വേണ്ടല്ലോ. അവർക്ക് നമ്മളെ നശിപ്പിക്കാനല്ലേ. പിന്നെന്തിനാ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ ഇന്ന് കടി വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ തീരുമാനിച്ചോടുകൂടി ഇവരൊക്കെ മറ്റു നാടുകളിലേക്ക് വിസ വാങ്ങി ചെന്ന് ഭിക്ഷ എടുക്കുന്ന അവസ്ഥയല്ല. എന്നിട്ടും നന്നാവുന്നുണ്ട്. നിങ്ങളും ജീവിക്കുകയല്ല, നാട്ടുകാരെയും ജീവിക്കാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പൊറപ്പിക്കരുതെന്നാണ് പറയാനുള്ളത്. ശരിക്കും അപകടകാരിയായിട്ടുള്ള വൈറസുകൾ, അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് അവർ വളർന്നു വരുന്നത്. പിന്നെ വൈറസിന് ഇവിടെ ജീവിക്കണ്ടേ, വൈറസും പാവമല്ലേ, വൈറസിന് വേണ്ടത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, നമ്മൾ വൈറസിനെ കാട്ടിയും ബുദ്ധിയുള്ളവരാണല്ലോ, ഇങ്ങനെ പറയുന്ന കുറെ സാംസ്കാരിക നായകർ അവരെ കൂടി തിരിച്ചറിയുക. വെറും കൊരയാ.
അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. കുറച്ചിട്ട് അവർ അങ്ങോട്ട് പോകും. കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ല മാളിൽ നിൽക്കുമ്പോഴായിരിക്കും വന്ന് പൊട്ടിത്തെറിക്കുന്നത്. നമുക്ക് പോയി. മനസ്സിലായില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഇതാ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ന്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ഇവരുടെ സംസ്കാരം. UDF കൈ കൊടുത്തിരിക്കുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. പേര് മാറ്റി വെൽഫെയർ പാർട്ടി എന്ന് ആക്കിയിട്ടുന്നുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ UDF ഇനി വോട്ട് ചെയ്യുമ്പോൾ ഈ ചിത്രങ്ങളും കൂടി മനസ്സിൽ വെക്കുക. നാളെ ഇതുപോലെ അഴിഞ്ഞാടുന്ന ഒരു തെരുവ് കേരളത്തിലും കണ്ടെന്ന് വരും. അതിന് നിങ്ങൾ ഒരു കാരണമാകണമോ വേണ്ടയോ എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തുടർന്ന് കാണുക പൊളി ന്യൂസ്.